ശാന്തി. ആത്മിക സ്വരൂപത്തിൽ സ്ഥിതി ചെയ്ത് ഞാൻ പ്രിയ ബാബയോട് ആത്മീയ വാർത്താലാപം ചെയ്യുകയാണ്. അതിസ്നേഹിയായ ബാബ, താങ്കൾ എത്ര മഹാനാണ്. ഉയർന്നതിലും ഉയർന്ന ജ്യോതിസ്വരൂപമാണ് ബാബ. താങ്കൾ സർവഗുണങ്ങളുടെയും സാഗരമാണ്, സർവശക്തിവാനാണ്. ഞാൻ ആത്മാ, അങ്ങയുടെ സന്താനം, ജ്യോതിബിന്ദു രൂപമാണ്. ബാബ, താങ്കൾ എന്നെ തൻ്റെ സന്താനമാക്കി പരമമായ സ്നേഹം നൽകി എൻ്റെ ജന്മജന്മാന്തരങ്ങളിലെ ക്ഷീണമകറ്റി. താങ്കൾ പിതാവിൻ്റെ രൂപത്തിൽ വളരെ സ്നേഹത്തോടെ എൻ്റെ പാലന ചെയ്യുന്നു. ബാബ, താങ്കളുടെ മടിയിൽ ഞാൻ അപാര സുഖത്തിൻ്റെ അനുഭവം ചെയ്യുന്നു. പ്രിയ ബാബ, അങ്ങ് എൻ്റെ പരമശിക്ഷകനായി ജ്ഞാനത്തിൻ്റെ മൂന്നാം നേത്രം നൽകി ത്രിനേത്രിയാക്കി. ആദിമധ്യ അന്ത്യത്തിൻ്റെ ജ്ഞാനം നൽകി എന്നെ ത്രികാലദർശിയാക്കി. മൂന്ന് ലോകത്തിൻ്റെയും ജ്ഞാനം നൽകി എന്നെ ത്രിലോകീനാഥനാക്കി. ബാബ, താങ്കൾ വന്ന് വീണ്ടും സ്വർഗം സ്ഥാപന ചെയ്ത് എന്നെ അധികാരിയാക്കുകയാണ്. എനിക്കറിയാം, ഇപ്പോൾ സത്യസത്യമായ പുരുഷോത്തമ സംഗമയുഗം നടന്നുകൊണ്ടിരിക്കുന്നു. ബാബ, താങ്കൾ എന്നെ പുരുഷോത്തമനാക്കാൻ ജ്ഞാനത്തിൻ്റെയും യോഗത്തിൻ്റെയും ശിക്ഷണം നൽകുന്നു. അതിമധുര ബാബ, അങ്ങ് എൻ്റെ സദ്ഗുരുവാണ്. എനിക്ക് മുക്തി, ജീവൻ മുക്തിയുടെ വഴി കാട്ടിത്തന്നു. സത്യമായ മാർഗദർശനം നൽകുന്നു. പരമസദ്ഗുരുവായ ബാബ, താങ്കൾ എന്നെ വരദാനങ്ങളാൽ സമ്പന്നമാക്കുന്നു, ഭർപ്പൂറാക്കുന്നു. ബാബ, താങ്കൾ കല്യാണകാരിയാണ്, പതിത പാവനനാണ്. അങ്ങയുടെ ഓർമ്മയിലൂടെ ഞാൻ സദാ പാവനമായി തീരുന്നു. എൻ്റെ ജീവിതം ധന്യമായി. ശിവബാബ, താങ്കൾ എന്നെ പരമാത്മാ അധികാരിയാക്കി. ഇപ്പോൾ ഞാൻ കേവലം താങ്കളെ മാത്രം ഓർമ്മിക്കുന്നു. ഞാൻ സദാ അങ്ങയുടെ ആജ്ഞാകാരിയും വിശ്വസ്തനുമായിരിക്കുന്നു. അങ്ങയുടെ കൂടെയുള്ള നിമിഷങ്ങൾ എത്ര ആനന്ദമയമാണ്.
മുഴുവൻ കൽപ്പത്തിലും കേവലം ഒരു പ്രാവശ്യം മാത്രം ഇത്രയും സുന്ദരമായ അവസരം ലഭിക്കുന്നു. മധുരമായ ബാബ എനിക്ക് സത്യസ്നേഹം നൽകി, സത്യജ്ഞാനം നൽകി, മുക്തി, ജീവൻ മുക്തിയുടെ സഹജമായ വഴി കാണിച്ചു തന്നു. ബാബ പറയുകയാണ്, കുട്ടികളെ, അച്ഛനും ടീച്ചർ സദ്ഗുരുവും ഈ 3 ശബ്ദങ്ങൾ ഓർമ്മിക്കുകയാണെങ്കിൽ അനേകം വിശേഷതകൾ വന്നു ചേരും. ഞാൻ സേവനത്തിൽ എൻ്റെ ഓരോ ചുവടും മുന്നോട്ട് വെച്ചുകൊണ്ട് കോടികളുടെ സമ്പാദ്യം ശേഖരിച്ചു കൊണ്ടിരിക്കുന്നു. എല്ലാ ആത്മാക്കൾക്കും ഈ ഒരു കടയാണുള്ളത്. അതിനാൽ എല്ലാവരും ഇവിടേക്ക് തന്നെ വരുന്നു. ഈ രഹസ്യം മനസ്സിലാക്കി ഞാൻ സർവരുടെയും മംഗളകാരിയാകുന്നു. എനിക്കറിയാം, ബാബ എൻ്റെ അച്ഛനും ടീച്ചറും സദ്ഗുരുവുമാണ്. ഞാൻ ഓർമ്മയുടെ യാത്രയിലൂടെ സമ്പൂർണമായി മാറാനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. ബാബ പരിധിയില്ലാത്ത പിതാവാണ്. ബ്രഹ്മാവിലൂടെ ഒരു ധർമ്മത്തിൻ്റെ സ്ഥാപന ചെയ്യാൻ വന്നിരിക്കുകയാണ്. ബാബ പഠിപ്പും നൽകുന്നു, സർവർക്കും സദ്ഗതിയും നൽകുന്നു. ഞാൻ അന്തർമുഖതയിലിരുന്ന് ചിന്തിക്കുന്നു. ബാബ സത്യമാണ് പറയുന്നത്. ഞാൻ മുഴുവൻ ലോകത്തിലെയും വികാരങ്ങളെ സന്യാസം ചെയ്യുന്നു. മുഴുവൻ പഴയ സൃഷ്ടിയെയും തമോ പ്രധാന ലോകത്തെയും സന്യാസം ചെയ്യുന്നു. ഞാൻ കേവലം ഇതോർമ്മിക്കുന്നു, ബാബ എൻ്റെ അച്ഛനും ടീച്ചറും സദ്ഗുരുവുമാണ്. എല്ലാവരെയും കൂടെ കൂട്ടിക്കൊണ്ടുപോകുന്നു. മന്മനാഭവ എന്ന 2 അക്ഷരത്തിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഞാൻ അച്ഛൻ, ടീച്ചർ, സദ്ഗുരുവിൻ്റെ മുന്നിലാണിരിക്കുന്നത്. പതിത പാവനനായ ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ സമ്പത്ത് ലഭിക്കുന്നു. ഓർമ്മിച്ചോർമ്മിച്ചു മരിക്കുകയാണെങ്കിൽ ബാബയിൽ നിന്നും എല്ലാ സമ്പത്തും ലഭിക്കും. പരിധിയില്ലാത്ത അച്ഛൻ്റെ സമ്പത്താണ് സ്വർഗം. ഞാൻ ബുദ്ധിയിൽ ഈ ജ്ഞാനം ഓർമ്മ വയ്ക്കുന്നു. സംഗമയുഗത്തിൽ ബാബ വന്ന് പുതിയ ലോകത്തിൻ്റെ സ്ഥാപന ചെയ്യുന്നു. ഞാൻ മറ്റാരെയും ഓർമ്മിക്കാതെ ശിവബാബയെ മാത്രം ഓർമ്മിക്കുന്നു. ബാബയെ ഓർമ്മിച്ച് ബാബയോടൊപ്പം പോകും. കുടുംബത്തിലിരുന്നു കൊണ്ട് ഞാൻ പവിത്രമായി ജീവിക്കുന്നു. എനിക്ക് ഇവിടെ നിന്നും അവിനാശി ജ്ഞാനരത്നങ്ങളുടെ മാല ലഭിക്കുന്നു. അച്ഛൻ, ടീച്ചർ, സദ്ഗുരുവിനെ ഓർമ്മിക്കുന്നതിലൂടെ ബാബയുടെ നിർദ്ദേശങ്ങൾ ബുദ്ധിയിൽ വരുന്നു. ഞാനിപ്പോൾ വിവേകശാലിയായി
ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ പതിതത്തിൽ നിന്നും പാവനമാകുന്നു. ഞാൻ മറ്റെല്ലാ സംഘത്തെയും വിട്ട് ഒരു സംഘം ചേരുന്നു. കുടുംബത്തിൽ വളരെ യുക്തിയോടെ പെരുമാറുന്നു. ആരോടും ദേഷ്യപ്പെടില്ല. തീർച്ചയായും പവിത്രമായി മാറണം. ഞാൻ ഒരു ബാബയിൽ നിന്നും അവിനാശി ജ്ഞാനരത്നങ്ങളുടെ മാലയെടുത്ത് ബുദ്ധിയാകുന്ന സഞ്ചി നിറക്കുന്നു. ബുദ്ധിയെ അലയിക്കുന്നില്ല. സന്ദേശിയായി മാറി സർവർക്കും ബാബയുടെ സന്ദേശം നൽകുന്നു. ഞാൻ ബാബയുടെ വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തിയിലൂടെ സർവ ആസക്തികളിൽ നിന്നും മുക്തമായിരിക്കുന്ന രാജഋഷിയായി ഭവിക്കൂ. സങ്കൽപ്പത്തിൽ പോലും ആസക്തി ഉണ്ടെങ്കിൽ അവരുടെ കാലുകൾ 2 തോണിയിലാണ്. അതിനാൽ ഞാൻ ഒരു ബാബ, രണ്ടാമതൊരാളില്ല, ഈ പാഠം ഉറപ്പിക്കുന്നു. ക്രോധമഗ്നിയാണ്. അത് സ്വയത്തെയും കത്തിക്കുന്നു, മറ്റുള്ളവരെയും കത്തിക്കുന്നു. ഓം ശാന്തി.